ഹലോ. ഇന്ന് ഞാൻ എന്ത് ചെയ്ത് ഒരു ഷുഗർ ക്രേവിങ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മൈ ലബാനി പോയിട്ട് ഒരു എന്താ സലാങ് കാറ്റിയാന്നോ എന്തോ പറയുന്ന ഒരു ഐറ്റമാണ് കേട്ടോ വാങ്ങിയേക്കണേ. എല്ലാവരും എനിക്കറിയാം, എല്ലാവരും സൈൻ ലബാനിൽ ഇത് മൈ ലബാനാണ്. സൈൻ ലബാനിലും മൈ ലബാനിലും ഒക്കെ എല്ലാ ലബാനിലും പോയിട്ടുണ്ട്. എല്ലാവരും ഇതിനൊക്കെ പറ്റി റിവ്യൂസ് ചെയ്താന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഞാനിപ്പോഴാണ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങണത്. അപ്പോൾ നോക്കാം നമുക്ക്. 300 and something ആയിരുന്നു. ഇപ്പം പോയി വാങ്ങി വന്ന് ഇരുന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ്. ന്യൂട്ടെല്ല ആൻഡ് പിസ്താഷിയോടെയാണ് കേട്ടോ. ഒരു സ്പൂൺ എടുക്കട്ടെ. ഇതാ കണ്ടോ, ഇതിപ്പോൾ വണ്ടിയുടെ ട്രങ്കിനകത്ത് ഞാൻ വെച്ച് വന്നപ്പം ഈ മേളിലേക്കുള്ള ബേസിലേക്കൊക്കെ അത് പടർന്ന്. പക്ഷെ അവിടെ നിന്ന് തന്നപ്പോൾ ഇറ്റ് വാസ് പ്രിറ്റി. അയ്യോ, അപ്പം ഇന്ന് നല്ല ഒരു ഷുഗർ ക്രേവിങ് ഉണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ടും ഇത് നല്ലൊരു ഓപ്ഷൻ തോന്നി. പിന്നെ ഞാൻ ആ പയ്യനോട് ചോദിച്ച് ഇതെന്തൊക്കെയാണ്, ഇതിൻ്റെയൊക്കെ ഡിഫറൻസസ് എന്തൊക്കെയാണെന്നൊക്കെ, കുറേ പല പല പേരുകളും. അപ്പം ആ പയ്യൻ പറഞ്ഞു ഈ സലങ്കാറ്റിയുടെ പേസ്ട്രിയുടെ ബേസ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഇത് ഈ ഒരു ബൈറ്റ് പോലെ കാണുന്നില്ലേ, അത് പേസ്ട്രി ബേസ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഐ തോട്ട് ഐ ഗോ വിത്ത് പേസ്ട്രി ബേസ്. അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കാട്ടാ, ഇതാക്കുമെന്തോ. ഉണ്ടോ? കൊള്ളാലോ, പൊളി ഐറ്റം, പൊളി കിടു, തകർത്തു. അതായത് ആദ്യം അതിലേക്ക് വരുമ്പം ഒരു ഫീലില്ല. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ എന്താ ടേസ്റ്റിൻ്റെ എക്സ്പ്ലോഷൻ എന്ന് തന്നെ പറയാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടേസ്റ്റുകൾ. അത് ഈ പിസ്താഷിയോടെയും ഈ ചോക്ലേറ്റിൻ്റെയും കൂടി, പിന്നെ അതിൻ്റെ കൂടെ ഈ പേസ്ട്രിയും, പിന്നെ ആ കുനാഫയുടെ ആ ഒരു സാധനം ഉണ്ടല്ലോ പിരിപിരു, ആ സാധനം കൂടി വന്നിട്ട് എന്താ വേറെ ലെവൽ ടേസ്റ്റ്. വാവ്, ഭയങ്കര ലക്ഷറിയസ് ടേസ്റ്റ് ആൻഡ് നല്ല മധുരമുണ്ട്. കുറച്ച് കഴിക്കുമ്പോഴത്തേനും മിക്കവാറും എനിക്ക് മട്ടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊക്കെ ലഡുവൊക്കെ ഇപ്പോൾ ഒരെണ്ണത്തിൽ കൂടുതൽ കഴിക്കാൻ പറ്റില്ലാത്ത ആളാണ് ഞാൻ. ജലേബി ആണെങ്കിലും ഒക്കെ മൈസൂർ പാക്കിൻ്റെ വഴിക്കേ ഞാൻ പോവാറില്ല. ഇവിടെ വീട്ടിൽ മൈസൂർ പാക്കിൻ്റെ ഫാൻസൊക്കെ ഉണ്ട്, മൈസൂർ പാക്കിൻ്റെ. പക്ഷേ ഞാൻ മൈസൂർ പാക്കിൻ്റെ വഴിക്കേ പോകാറ്.